ഇപ്പോൾ തന്നെ 2026 അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം 20% ടാരിഫ് ഇൻക്രീസ് ഉണ്ടാവുമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോ അക്കൗണ്ടബിലിറ്റി, നോ റെസ്പോൺസിബിലിറ്റി, നോ ഷെയിം. നാണമില്ലേ എന്നാണ്. 22-ൽ തീർക്കേണ്ട കാര്യം ഇതുവരെ തീർത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ നാണമില്ലേ എന്ന് ചോദിക്കുന്നതിൽ 2014 ശേഷം ജനങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടി വാതിലുകൾ തുറന്നിട്ട് കൊടുത്തിരിക്കുകയാണ് നമ്മളുടെ സർക്കാർ. അതിലൊന്നാണ് ടെലികോം കമ്പനി, രണ്ടാമത്തേത് എയർലൈൻസ്, മൂന്നാമത്തേത് എങ്ങനെയാണ് ടാക്സ് പേയേഴ്സിന്റെ പണം ഇവർ വേസ്റ്റ് ആക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദമാക്കുന്നത്. ഒന്നാമത്തേത് നമുക്ക് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനീസ്, ടെലികോം കമ്പനീസ് ഇൻ ഇന്ത്യ. 2014 ഇന്ത്യയിലെ ടെലികോം കമ്പനീസ് എന്ന് പറയുന്നത് ഐഡിയ, എയർടെൽ, വോഡഫോൺ, റിലയൻസ്, ടാറ്റ, ഡൊക്കോമോ, എയർസെൽ, അതുപോലെ യൂണിക്കോൺ, വെർജിൻ, MTS എങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതായത് ഹൈ ലെവൽ ഓഫ് കോമ്പറ്റീഷൻസ് അവിടെ റിവൈൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു കൺസ്യൂമേഴ്സിന് വേണ്ടത് ഹൈ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ആണ്. അങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല സർവീസ്, ക്വാളിറ്റി സർവീസ് കിട്ടുകയുള്ളൂ. അതുപോലെ പ്രൈസിലും നമുക്ക് കുറച്ച് ലാഭം അല്ലെങ്കിൽ കുറവ് കിട്ടും. കാരണം ആരും ഹൈ പ്രൈസിലേക്ക് പോവില്ല. ഹൈ പ്രൈസിലേക്ക് പോകുമ്പോൾ അറിയാം, മറ്റുള്ളവർ മാർക്കറ്റ് പിടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് ഒരു കമ്പനി മാറില്ല. പക്ഷേ 2014 ശേഷം ഇപ്പോൾ കറന്റ് നമുക്ക് എത്ര കമ്പനീസ് ഉണ്ട്? ടെലികോം കമ്പനീസ് ജിയോ, എയർടെൽ, VI, പിന്നെ BSNL കാര്യം അവിടെ ഇരിക്കട്ടെ. ഈ 3 കമ്പനീസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു 10-11 വർഷത്തിന്റെ ഉള്ളിലായി ഈ പറയുന്ന കമ്പനീസിനൊക്കെ 2014 ഉണ്ടായിട്ടുള്ള കമ്പനീസിനൊക്കെ എന്താ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. 2016 ജിയോന്റെ ഹൈപ്പർ കോമ്പറ്റീഷൻ എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. റിലയൻസ് ജിയോന്റെ അത് വന്നതോടുകൂടി ഏകദേശം ടാരിഫ് 60 മുതൽ 90% വരെ കുറഞ്ഞു. അത് കുറഞ്ഞപ്പോൾ ആവറേജ് റവന്യൂ പെർ യൂസേഴ്സ് കൊളാപ്സ്ഡ് ആയി. അങ്ങനെ വന്നപ്പോൾ അൺസസ്റ്റൈനബിൾ പ്രൈസ് വാർ വന്നു. കാരണം ചീപ്പസ്റ്റ് ഡാറ്റ മാർക്കറ്റിൽ വരാൻ തുടങ്ങി. അതായത് ജനങ്ങൾക്ക് കിട്ടാൻ തുടങ്ങി ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ്. ജിയോന്റെ ഫ്രീ കോളിങ്ങും അതുപോലെ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ചീപ്പ് ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ ജനങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ മറ്റു ടെലികോം കമ്പനീസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ഒക്കെ ജിയോയിലേക്ക് ട്രാൻസ്ഫർ ആകാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ടു മെനി ടെലികോം കമ്പനീസ് എന്ത് ചെയ്തു? ലീവ് ചെയ്യാൻ തുടങ്ങി മാർക്കറ്റ്. പ്രത്യേകിച്ചും ഹൈ ഫിക്സഡ് കോസ്റ്റ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ പ്രൈസ് കുറക്കുമ്പോൾ അവരുടെ ലോസ് ഹെവി ആവാൻ തുടങ്ങി. അവർക്ക് അധികം ലോസ് വരാൻ തുടങ്ങി കമ്പനീസിനൊക്കെ. അതുകൊണ്ട് അത് വലിയ കടത്തിലേക്ക് ഈ കമ്പനീസിനൊക്കെ പല കമ്പനീസിനെയും കൊണ്ടുപോയി. പ്രത്യേകിച്ചും ഹൈ ഇൻട്രസ്റ്റ് കോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റിൽ ഒരുപാട് പണം വേണ്ടി ഉണ്ടായിരുന്നു. അതുപോലെ സ്പെക്ട്രം ഓപ്ഷൻസ് ഒക്കെ ഒരുപാട് ഹൈ ആയിരുന്നു. ഇതിലെ റെഗുലേറ്ററി ആൻഡ് പോളിസി പ്രഷേഴ്സ് എന്ന് പറയുന്നത് സ്പെക്ട്രം കോസ്റ്റ് ആണ്. ഹൈ റിസർവ് പ്രൈസസ് കൊടുക്കണമായിരുന്നു. അതുപോലെ ഫ്രാഗ്മെന്റഡ് സ്പെക്ട്രംസ്, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ്. അതുപോലെ തന്നെ ഉള്ളതാണ് അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ എന്നുള്ള ഒരു ഡിസ്പ്യൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത്. അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഈ കമ്പനീസിനൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഹൈ ഗവൺമെന്റ് ലിവീസ് ആൻഡ് ടാക്സസ്, ലൈസൻസ് ഫീസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. സ്പെക്ട്രം ചാർജസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. GST 18%. അങ്ങനെ ഒരുപാട് ഏകദേശം പറയുന്നത് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ലീവീസ് എന്ന് പറയുന്നത് 30 മുതൽ 35% ഓഫ് റവന്യൂവിന്റെ 30 മുതൽ 35% വരെ ഗവൺമെന്റ് ലീവീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനീസ്, ഈ ടാറ്റ ടെലി സർവീസ് എക്സിറ്റ് ചെയ്തു മാർക്കറ്റിൽ നിന്നും. എയർസെൽ ബാങ്ക്രപ്റ്റ് ആയി. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ഇൻസോൾവൻസിയിലേക്ക് പോയി. ടെലിനോർ മെർജ് വിത്ത് എയർടെലുമായിട്ട് മെർജ് ചെയ്തു. അതുപോലെ തന്നെ വോഡഫോൺ ഐഡിയ പോസ്റ്റ് മെർജറിലേക്ക് പോയി. ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് മാർക്കറ്റിൽ നിന്നും എക്സിറ്റ് ആയി. പല കമ്പനീസും മെർജായി. അങ്ങനെ ഇപ്പോൾ 2025 ആകുമ്പോൾ 3 കമ്പനീസ് ആണ് മെയിൻ പ്ലെയേഴ്സ് ആയിട്ടുള്ളത്. എയർടെൽ, ജിയോ, അതുപോലെ VI. അതിനുശേഷം ഇപ്പോൾ കൊറോണ കഴിഞ്ഞതിന് ശേഷം, COVID-19 ശേഷം, ലോക്ക്ഡൌണിനൊക്കെ ശേഷം ജിയോ പതുക്കെ ടാരിഫ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇവർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റു കമ്പനീസും ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം എല്ലാം കുറഞ്ഞ് കൺസ്യൂമേഴ്സിനൊക്കെ നല്ല ലാഭത്തിൽ അല്ലെങ്കിൽ ചീപ്പ് റേറ്റിൽ കിട്ടിയ ഡാറ്റാസ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന്റെ ഡാറ്റാസിന്റെ ടാരിഫ് ഒക്കെ അധികരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതൊരു മൊണോപ്പൊളി പോലെ പ്രൈസ് ടൈക്കറായി മാറി. കാരണം ജിയോ മാറ്റിക്കഴിഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു കമ്പനീസും പിറകെ ഇൻക്രീസ് ചെയ്തിട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ 2026 അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏകദേശം 20% ടാരിഫ് ഇൻക്രീസ് ഉണ്ടാകുമെന്നാണ് ടെലികോം കമ്പനീസിൽ നിന്നും കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ
വീണ്ടും നമ്മുടെ ഡാറ്റാസ് സ്ഥിരമായി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ ഡാറ്റാസിന്റെ റൈറ്റ് ഇൻക്രീസ് ആവാൻ സാധ്യത കൂടുതലല്ല. അവർ ടാരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു നമ്മളുടെ പ്രൈസ്, നമുക്ക് ഡാറ്റാസ് കിട്ടുന്ന പ്രൈസും അധികരിക്കും. അത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റു കമ്പനീസും ഇൻക്രീസ് ചെയ്യും. കാരണം അതാണ് ഈ ഒരു ഏകദേശം ഒരു 4 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിയോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എയർടെലും അതുപോലെ വിഐയും അധികരിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ അടുത്ത വർഷവും 2026 നമുക്ക് ന്യൂ ഇയറിന് അല്ലെങ്കിൽ പുതിയ വർഷം തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ ഡാറ്റാസിന്റെ ടാരിഫ് അധികരിക്കും. അതുപോലെ എയർലൈൻസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2014 എയർലൈൻസിന്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ഗോ എയർ 9% ആണ്, എയർ ഏഷ്യ 1%, ഇൻഡിഗോ 13%, എയർ ഇന്ത്യ 18%, സ്പേസ് ജെറ്റ് 18%, അതുപോലെ ജെറ്റ് എയർവേസ് 21% ആൻഡ് അതേഴ്സ് 3% എന്ന രീതിയിലാണ് മാർക്കറ്റ് ഷെയർ പോയിട്ടുണ്ടായത്. എന്നാൽ 2024 അതായത് 2014 ശേഷം ഇവരുടെ മെയിൻലി ഇൻഡിഗോ ആണ് 65% മാർക്കറ്റ് ഷെയർ പിടിച്ചിട്ടുള്ളത്. അതുപോലെ എയർ ഇന്ത്യ 13%, പിന്നെ അതേഴ്സ് 5%. ഇതിലും ഒരു മൊണോപ്പൊളി എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എയർലൈൻസിൽ ഒരുപാട് ക്രൈസിസ് ഇപ്പോൾ അടുത്ത് തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ആ ഒരു ക്രൈസിസ് വന്നപ്പോൾ മറ്റു എയർലൈൻസ് എത്രത്തോളം ടാരിഫ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എയർലൈൻസിന്റെ ഷെയർ ഈ പറഞ്ഞ 2014 മുമ്പുള്ള പോലെയാണെങ്കിൽ ഈ ഒരു ടാരിഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അത്ര പെട്ടെന്ന് സാധിക്കില്ലായിരുന്നു. പക്ഷേ ഒരു എയർലൈൻസിന് തന്നെ ഒരു പ്രശ്നം വന്നപ്പോൾ മറ്റുള്ള എയർലൈൻസ് അതിന്റെ ടാരിഫ് ഫെയർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതൊക്കെ കണ്ടതാണ്. അതിന് വിലങ്ങുതടിയായി സെൻട്രൽ ഗവൺമെന്റ് അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആ ഒരു സിറ്റുവേഷൻ സംഭവിക്കാൻ കാരണം ഇത് തന്നെയാണ്. മാർക്കറ്റ് ഷെയറിംഗ് ഒരു എയർലൈൻസിന് തന്നെ കൂടുതൽ പോയതാണ് അതിന്റെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു ഡുവോപ്പൊളി അല്ലെങ്കിൽ മൊണോപ്പൊളിയെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി 2 പുതിയ എയർലൈൻസിനും കൂടി ലൈസൻസ് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതൊരു നല്ലൊരു ന്യൂസ് ആണ്. കാരണം അതിലൂടെ നമ്മളുടെ കോമ്പറ്റീഷൻ വരുമ്പോൾ, അതായത് ഒരുപാട് പ്ലെയേഴ്സ് ഇതിലേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ ഓട്ടോമാറ്റിക് കൂടുകയും ഫെയർ ഒരു പരിധിവരെ കുറയുകയും ചെയ്യും. അതുപോലെ ക്വാളിറ്റി സർവീസസ് ആളുകൾക്ക് ലഭിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് മുകേഷ് അംബാനിയുടെ വെൽത്ത് എന്ന് പറയുന്നത് 2014 $18.6 ബില്യൺ ആണ്. എന്നാൽ 2024 ആകുമ്പോൾ 25 എടുക്കുന്നില്ല, കാരണം അത് കഴിയില്ല. 24 എടുക്കാം. 24 എടുക്കുമ്പോൾ $119.5 ബില്യൺ ആയി അവരുടെ വെൽത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് 542% ഇൻക്രീസ് ആണ് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ ഗൗതം അദാനിയുടെ വെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ 2014 $7.1 ബില്യൺ ആണ്. എന്നാൽ 2024 ആകുമ്പോഴേക്കും അത് $116 ബില്യൺ ആയി ഉയർന്നിട്ടുണ്ട്. അതായത് 1535% ഇൻക്രീസ് ആണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. അതേസമയം ഇന്ത്യയുടെ ഹങ്കർ ഇൻഡെക്സ് റിസൾട്ട് നോക്കിക്കാണെങ്കിൽ ഇന്ത്യയുടെ ഹങ്കർ ഇൻഡെക്സ് ആണ്, അത് ശ്രദ്ധിക്കണം. അതിന് 2014 അത് 55ാമത്തെ റാങ്കിലായിരുന്നു. അത് ഇപ്പോൾ 2025 ആകുമ്പോൾ 102ാമത്തെ റാങ്കിലായിട്ട് അത് മാറിയിട്ടുണ്ട്. അത് പറയുന്നത് അതായത് 123ൽ 102ാമത്തെ സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. 123 കൺട്രീസ് ആണ് ഇൻഡെക്സിലുള്ളത്. അതിൽ 102ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. സീരിയസ് ആയിട്ടുള്ള ഒരു സ്കോറാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇനി ഇന്ത്യയിലെ ആളുകളുടെ പണം, ടാക്സ് പേയേഴ്സിന്റെ മണി എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ഭോപ്പാലിലെ ഒരു മെട്രോ ആണ്. പ്രോമിസ് ഓഫ് കംപ്ലീഷൻ എന്ന് പറയുന്നത് 2022 കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് 2027 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് 2022 തീർക്കുമെന്ന പണി കഴിയാത്തതുകൊണ്ട് 27 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് ആ സമയം 26% മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ആ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് 26% 2022 തീർക്കേണ്ട കാര്യം 2025 ആകുമ്പോൾ 26% മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതിനുശേഷം 2027 വരെ ഇപ്പോൾ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് മണി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് 2106.57 crores ആണ് ഇതിൽ പബ്ലിക് മണി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഡെയിലി ലോസ് എന്ന് പറയുന്നത് ഡ്യൂ ടു ഡിലേ. ഈ ഡിലേ കാരണം ഡെയിലി ലോസ് വരുന്നത് ഏകദേശം 3 കോടി രൂപയോളം ഡെയിലി ലോസ് വരുന്നുണ്ടെന്നാണ് ഗവൺമെന്റിന്റെ റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഓരോ ദിവസം ഡിലേ വരുമ്പോൾ 3 കോടി രൂപ വരുന്നുണ്ട് എന്ന് മെട്രോ പ്രൊജക്ടിലെ
അതോറിറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം രൂപ ജനങ്ങളുടെ ടാക്സ് മണിയിൽ നിന്നും ഇങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട് എന്ന്. ഇതൊരു പ്രൊജക്ട് മാത്രമാണ്. ഇതുപോലെ ഒരുപാട് പ്രൊജക്ട്സ് ഉണ്ടാവും. നമുക്ക് ഒരുപാട് പ്രൊജക്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിൽ പല പ്രൊജക്റ്റും ഇതേപോലെ ഡിലേ ആവുന്നുണ്ട്, കംപ്ലീറ്റ് ആവുന്നില്ല. ഈ ഒരു പ്രൊജക്ടിന്റെ കാര്യം തന്നെ പറഞ്ഞു. ഭോപ്പാലിലെ മെട്രോ ആണിത് 2022 തീർക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ 26% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. എന്തുകൊണ്ട്? ഇതൊന്നും ചോദിക്കുന്നില്ലേ? ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള നോ അക്കൗണ്ടബിലിറ്റി, നോ റെസ്പോൺസിബിലിറ്റി, നോ ഷെയിം. നാണമില്ലേ എന്നാണ്. 22 തീർക്കേണ്ട കാര്യം ഇതുവരെ തീർത്തില്ല എന്ന് പറയുമ്പോൾ പിന്നെ നാണമില്ലേ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം നാണമില്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും വർഷം ഇത് ഇപ്പോഴും തീർക്കാതെ പ്രൊജക്റ്റായി നിലനിൽക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഹൈ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ എന്ന ഒരു കാര്യത്തിൽ നിന്നും കോമ്പറ്റീഷൻ മാറ്റി മൊണോപ്പൊളി പോലെ ഒരു സെറ്റപ്പിലേക്കാണ് നമ്മുടെ രാജ്യം വന്നുകൊണ്ടിരുന്നത് ഈ ഒരു വർഷത്തിനുള്ളിൽ. ഇനി ഓരോ വർഷം കഴിയുന്നതിന് കോമ്പറ്റീഷൻസ് ഒന്നും കൂടുതലായിട്ട്, അതായത് പുതിയ കമ്പനീസ് ഒന്നും എൻറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും മൊണോപ്പൊളി കൂടി ഇത് കൺസ്യൂമേഴ്സിന്, നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലേക്ക് മാറും കാര്യങ്ങൾ. കാരണം ഞാൻ പറഞ്ഞു 2026 അടുത്ത വർഷം പിറക്കുമ്പോഴേക്കും 20% ടാരിഫ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഈ ഒരു കമ്പനീസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay. Thank you.